കേരള സർവകലാശാല ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ വീണ്ടും വി.സി. മോഹനൻ കുന്നുമ്മേൽ. ജീവനക്കാരെ വിളിച്ചു വരുത്താനും നിർദ്ദേശം നൽകാനും സിൻഡിക്കേറ്റിന് അവകാശമില്ല എന്നാണ് നോട്ടീസ്. സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഫയലുകൾ വിളിച്ചു വരുത്താൻ പാടില്ലെന്നും നിർദ്ദേശം. വൈസ് ചാൻസലർക്ക് വേണ്ടി രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പനാണ് നോട്ടീസ് പുറപ്പെടുവിച്ചത്. വിവരങ്ങളുമായി ഹാൻസ് ആണ് ചേരുന്നത്. ഹാൻസ്, ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്ന നോട്ടീസിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? സ്വാതി, കഴിഞ്ഞ ദിവസമാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളായ ജി മുരളീധരൻ, ഷിജു ഖാൻ എന്നിവർ സിൻഡിക്കേറ്റ് റൂമിലേക്ക് വിളിച്ചു വരുത്തി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി എന്നൊരു ആരോപണം ഉയർന്നത്. ഈ ആരോപണത്തിന് പിന്നാലെ സിൻഡിക്കേറ്റ് റൂം പൂട്ടാനും റൂമിന്റെ താക്കോൽ കൈവശം വയ്ക്കാനും വൈസ് ചാൻസലർ തീരുമാനിച്ചു. പിന്നാലെ രജിസ്ട്രാർ ഇൻചാർജ് ആയിട്ടുള്ള മിനി കാപ്പൻ ഇരുവർക്കുമെതിരെ, ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ പോലീസിൽ പരാതിയും നൽകിയിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ഒരു ഉത്തരവ് രൂപേണ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ വൈസ് ചാൻസലർ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ഉത്തരവിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് അല്ലെങ്കിൽ ഏതൊരു സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കും ജീവനക്കാരെ വിളിച്ചു വരുത്താനോ നിർദ്ദേശങ്ങൾ നൽകാനോ അവകാശമില്ല. സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഫയലുകൾ വിളിച്ചു വരുത്താൻ പാടില്ല. അംഗങ്ങൾ സിൻഡിക്കേറ്റ് യോഗത്തിൽ മാത്രമേ അധികാരം പ്രയോഗിക്കാൻ പാടുള്ളൂ. അല്ലാത്ത സാഹചര്യങ്ങളിൽ വി.സിയുടെ അനുമതിയോടുകൂടി തീരുമാനമെടുക്കണം. യോഗത്തിന് പുറത്ത് പുറപ്പെടുവിക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് സർവകലാശാല ഭരണത്തിൽ ഇടപെടാൻ കഴിയില്ല. അംഗങ്ങളുടെ സമൻസുകൾക്കും നിർദ്ദേശങ്ങൾക്കും ജീവനക്കാർ മറുപടി നൽകേണ്ട. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ വി.സിയെ അറിയിക്കണമെന്നും നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രതികരണം, തങ്ങൾ സിൻഡിക്കേറ്റ് റൂമിൽ യോഗം ചേരുമ്പോൾ കോൺഗ്രസ്, ബി.ജെ.പി അനുകൂല സംഘടനകളിലെ ജീവനക്കാർ സിൻഡിക്കേറ്റ് റൂമിലേക്ക് അതിക്രമിച്ചു കയറിയെന്നും ആക്രോശിച്ചുമെന്നുമാണ്. ഈ സംഭവത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സ്വാതി.